ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെ അടിസ്ഥാനം. നമ്മളോട് ദയ കാണിക്കാൻ ദൈവത്തിന് വലിയ സന്തോഷമാണ്. നിങ്ങൾ ഏതവസ്ഥയിലുള്ള ആത്മാവായിക്കോട്ടെ, നിങ്ങളോട് ദയ കാണിക്കാൻ ദൈവത്തിന് വളരെ വലിയ സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദയ കാണിക്കുന്നതിൽ ദൈവം സന്തോഷിക്കുന്നു. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അറിയേണ്ടത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞ് എനിക്ക് എത്ര ആത്മീയ ആനന്ദം ഉണ്ടായതും എല്ലാ മനുഷ്യരും അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതായ കാര്യം. ജെറമ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. 9-ാം അധ്യായം 23-24 വാക്യങ്ങൾ. എന്താണ് വായിക്കുന്നത്? കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനിതെൻ്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ. ആരെങ്കിലും വലിയ പഠിപ്പുള്ളവനും വലിയ പഠിപ്പും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലത്, പക്ഷെ അതൊന്നും ഇവിടെ പ്രസക്തമായ കാര്യമല്ല. ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ, സമ്പന്നൻ തൻ്റെ സമ്പത്തിൽ വലിപ്പം ഭാവിക്കാതിരിക്കട്ടെ. പ്രശംസിക്കുന്നവൻ ഞാൻ ഭൂമിയിൽ കരുണയും ന്യായവും നീതിയും പുലർത്തുന്ന കർത്താവാണ് എന്ന അറിവിൽ പ്രശംസിക്കട്ടെ. ഇതിലാണ് ഞാൻ ആനന്ദിക്കുന്നതെന്ന് കർത്താവ് അരുളി ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എത്രമാത്രം പൊട്ടയാണെങ്കിലും ആ പൊട്ടയായ എന്നോട് ദൈവത്തിന് ഇഷ്ടമാണ്, എൻ്റെ ദൈവത്തിന് എന്നോട് കരുണയുണ്ട്, എൻ്റെ ദൈവം തിരിച്ചു പോകുമ്പോൾ എന്നെ അനുഗ്രഹിച്ചിരിക്കും. ഈ ഒരു അറിവുണ്ടെങ്കിൽ ആ അറിവുള്ള വ്യക്തിയിലാണ് ദൈവത്തിന് സന്തോഷം. നിങ്ങൾ വേറെ ഒന്നും അറിയണം ദൈവം ആഗ്രഹിക്കും. നീ വലിയ സമ്പന്നനാണോ ധനവാനാണോ ആരോഗ്യമുള്ളവനാണോ, ഇതിലൊന്നുമല്ല നീ അഭിമാനിക്കേണ്ടത്. നീ അഭിമാനിക്കണമെങ്കിൽ ദൈവം, ഞാനൊരു പൊട്ടയാണെങ്കിലും ഞാനൊരു ദുർബലനാണെങ്കിലും ഞാൻ വലിയ ഒരു യോഗ്യതയുള്ള ഒരാളൊന്നും അല്ലെങ്കിലും എൻ്റെ ദൈവത്തിന് എന്നെ ഇഷ്ടമാണെന്നും എൻ്റെ ദൈവത്തിന് എന്നോട് കരുണ കാണിക്കുന്ന സന്തോഷമാണെന്നും നിനക്ക് നിൻ്റെ ഉള്ളിലൊരു ബോധ്യം കിട്ടിയാൽ, ഒരു അറിവ് കിട്ടിയാൽ, ആ കാര്യത്തെ ഓർത്താണ് ദൈവം സന്തോഷിക്കാൻ പോണത്. ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കിക്കേ. ജെറമ്യാ 9-ാം അധ്യായം 23-24 വാക്യങ്ങൾ. കർത്താവ് അരുളി ചെയ്യുന്നു, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ, പ്രാർത്ഥിക്കുന്നവൻ തൻ്റെ പ്രാർത്ഥനയിൽ അഹങ്കരിക്കാതിരിക്കട്ടെ, വിശുദ്ധൻ തൻ്റെ വിശുദ്ധിയിൽ മേന്മ ഭാവിക്കാതിരിക്കട്ടെ, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ, സമ്പന്നൻ തൻ്റെ സമ്പത്തിൽ വലിപ്പം ഭാവിക്കാതിരിക്കട്ടെ, ഉപവസിക്കുന്നവൻ ഉപവാസത്തിലോ ദാനധർമ്മം ചെയ്യുന്നവൻ തൻ്റെ ദാനധർമ്മത്തിലോ ഒന്നും അഭിമാനിക്കാതിരിക്കട്ടെ. പ്രശംസിക്കുന്നവൻ, അഭിമാനിക്കുന്നവൻ എന്തിൽ അഭിമാനിക്കണം? ഞാൻ ഭൂമിയിൽ കരുണയും ന്യായവും നീതിയും പുലർത്തുന്ന കർത്താവ് ആണ് എന്ന അറിവിൽ പ്രശംസിക്കട്ടെ, ആനന്ദിക്കട്ടെ. ഇതിലാണ് ഞാൻ ആനന്ദിക്കുന്നതെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ അതിന് എത്ര ദുർബലനായാലും ഇങ്ങനെ പറഞ്ഞപ്പോൾ നീ മദ്യപാനി ആയിരിക്കാം, അല്ലെങ്കിൽ നീ പുകവലിക്കുന്നൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങി അപ്പം തന്നെ 4 കാലും പറിച്ച് ദേഷ്യപ്പെടുന്നൊരു വ്യക്തിയായിരിക്കാം, വീട്ടിൽ ചെന്ന പിള്ളേരെല്ലാം ഒരു സമാധാനം കൊടുക്കാത്ത കുത്തുവാക്ക് പറയുന്നൊരു സ്വഭാവക്കാരനായിരിക്കാം, ഒരു അലസനായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും നീ നിൻ്റെ ഹൃദയം കൊണ്ട് ഇങ്ങനെ ബോധ്യപ്പെടണം, എൻ്റെ ഈ അവസ്ഥയിൽ സഹായിക്കാൻ ദൈവത്തിന് സന്തോഷമേ ഉള്ളൂ. എൻ്റെ ഈ അവസ്ഥ ദൈവത്തിന് അറിയാം. എൻ്റെ ഈ അവസ്ഥയിൽ ദൈവം എന്നെ കൈക്കൊള്ളും. ഇത് നീ ഹൃദയം കൊണ്ട് ആദ്യം തന്നെ മനസ്സിലാക്കണം. ഞാൻ എന്താണോ ആ അവസ്ഥയിൽ എൻ്റെ ദൈവം എന്നെ നോക്കും. ഞാൻ എന്താണോ അവസ്ഥയിൽ ദൈവത്തിന് എൻ്റെ അടുത്ത് വരുന്നതിൽ സന്തോഷമുണ്ട്. ഈ ദൈവം എൻ്റെ മേൽ കരുണ ഉള്ള ദൈവമാണ്. വിലാപത്തിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 25-ാം തിരുലിഖിതം, വിലാപത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 25-ാമത്തെ തിരുലിഖിതം, തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. ഇങ്ങനെ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചുള്ള ഓർമ്മയിൽ, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചുള്ള അറിവിൽ, ആ കരുണ നമ്മുടെ യോഗ്യത കൊണ്ടല്ല, നമ്മുടെ നീതി കൊണ്ടല്ല, നമ്മുടെ വിശുദ്ധി കൊണ്ടല്ല, നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ എന്തെങ്കിലും ഒരുക്കം കൊണ്ടൊന്നുമല്ല. ഞാൻ എൻ്റെ ഏത് അവസ്ഥയിലാണെങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെന്നാൽ എൻ്റെ ദൈവം എന്നെ കൈക്കൊള്ളും. ഒരു 2000 രൂപയുടെ നോട്ടാണെന്ന് വിചാരിക്കുക. 2000 രൂപയുടെ നോട്ട് അഴുക്കുചാല് വീണാലും ആ 2000 രൂപയുടെ നോട്ടിൻ്റെ വില കുറയുന്നുണ്ടോ? നീ അഴുക്കുചാല് വീണാൽ നീ 100 രൂപയുടെ വിലയുള്ളൂ എന്ന് പറയുമോ? നിൻ്റെ വില ഒട്ടും കുറയുന്നില്ല. കാര്യം ശരിയാണ്. ചില കൊഴുക്കാട്ടൊക്കെ പറ്റിയിട്ടുണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. ചില സ്വഭാവക്കേട് അത് നമുക്ക് നന്നായിട്ട് അറിയാം, ആ സ്വഭാവക്കേട്. പക്ഷെ ആ സ്വഭാവക്കേട് കൊണ്ട് നീ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നിൻ്റെ വില ഒട്ടും കുറയുന്നില്ല. ഹല്ലേലൂയ. ദൈവം നിന്നെ അത്ര സ്നേഹിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നീ ഇപ്പോൾ ഒരു അവസ്ഥയിലാണ്, എന്താ പറയണത്, നീ വീണ് പോയി, അല്ലെങ്കിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പം പണ്ടത്തെ പോലെ ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എങ്കിലും നീ എന്ത് ചെയ്യണം? നീ ദൈവത്തിൻ്റെ കരുണയെ ചിന്തിച്ച്, കരുണയെ ഓർത്ത് നീ കർത്താവിന് വേണ്ടി കാത്തിരിക്കണം. കർത്താവിനെ നീ തേടണം.
കർത്താവിനെ നീ അന്വേഷിക്കണം എന്നാണ് ദൈവം വിശുദ്ധ ലേഖനത്തിൽ ആവശ്യപ്പെടുന്നത്. വിലാപം 3:25. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. ഹൃദയപൂർവ്വം ദൈവമേ എന്ന് പറഞ്ഞ് കർത്താവ് എന്നെ കൈക്കൊള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരപ്പൻ്റെ അടുത്തേക്ക് മക്കൾ വരുന്ന പോലെ കർത്താവിനെ അന്വേഷിച്ച് വരുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് കർത്താവ് സദാ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 53-ാമത്തെ സങ്കീർത്തനത്തിൽ 2-ാമത്തെ തിരുലിഖിതം സങ്കീർത്തനം 53:2 ദൈവം ഇത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടുന്ന് 24 അവേഴ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 24 അവേഴ്സ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴും കർത്താവിൻ്റെ കണ്ണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലുള്ള എല്ലാ വീടുകളിലും എല്ലാ ഇടവകയിലും കർത്താവിൻ്റെ കണ്ണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ നോക്കണത്? കർത്താവിനെ കാത്തിരിക്കുന്നവരുണ്ടോ? കർത്താവിനെ തേടുന്നവരുണ്ടോ? കർത്താവിനെ അന്വേഷിക്കുന്നവരുണ്ടോ എന്നാണ് കർത്താവ് നോക്കുന്നത്. ശുശ്രൂഷകരെ നോക്കുന്നുണ്ട്, പിന്നെ വൈദികരെ നോക്കുന്നുണ്ട്, സിസ്റ്റേഴ്സിനെ നോക്കുന്നുണ്ട്, ധ്യാനിപ്പിക്കുന്നവരെ നോക്കുന്നുണ്ട്, എന്താ പറയണത്, ഈ ധ്യാനത്തിന് ഇരിക്കുന്നവരെ നോക്കുന്നുണ്ട്, ധ്യാനത്തിന് വരാത്തവർ, ചിലപ്പോൾ ധ്യാനത്തിന് വരാത്തവർ, എല്ലാവരെയും കർത്താവിൻ്റെ കണ്ണ് എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ കാര്യമാണ് കർത്താവ് ശ്രദ്ധിക്കുന്നത്, തന്നെ തേടുന്ന. വായിച്ചു നോക്കിയേ 53-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം വായിച്ചു നോക്കിയേ. ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു, ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. ആരായുന്നു എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അവിടുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, അവിടുന്ന് ആരായുന്നു. ദൈവത്തെ തേടുന്ന ചേട്ടന്മാരുണ്ടോ? ദൈവത്തെ തേടുന്ന കുടുംബങ്ങളുണ്ടോ? കുട്ടികളുണ്ടോ? ദൈവം അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഏതെങ്കിലും ഹൃദയത്തിൽ ദൈവത്തെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അത് കർത്താവിൻ്റെ ശ്രദ്ധയിൽപ്പെടും. കർത്താവിൻ്റെ ശ്രദ്ധയിൽ അത് പെടും. ദിനവൃത്താന്തം 2-ാമത്തെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം. 2 ദിനവൃത്താന്തം 16:9. സെക്കൻഡ് ക്രോണിക്കൽസ് ചാപ്റ്റർ 16:9. 2 ദിനവൃത്താന്തം 16:9 എന്ന കർത്താവിൻ്റെ ഒരു പ്രത്യേകത കർത്താവിൻ്റെ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പായുന്നു. 24 അവേഴ്സ് തൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കതയോടെ വർത്തിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ ശക്തി വെളിപ്പെടുത്താൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം ഇങ്ങനെ പായുകയാണ്. അപ്പോൾ ആരെങ്കിലും കർത്താവിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ? കർത്താവിന് വേണ്ടി കർത്താവ് വേഗം വരാൻ വേണ്ടി ഹൃദയത്തെ ഒരുക്കുന്നുണ്ടോ? ഇത് കർത്താവ് വളരെയധികം വിലമതിക്കുന്ന ഒരു കാര്യമാണ്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ.